ഇന്ന് നമ്മൾ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ കോസെറ്റ്സ് എന്നുള്ള ഭാഗത്തിലുള്ള ഒരു പ്രോബ്ലമാണ്. ഫോർ എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി ആൻഡ് ഫോർ എ ബിലോങ്സ് ടു ജി പ്രൂവ് ദ ഫോളോവിങ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതൊരു പാർട്ടായിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്, പിന്നെ എ ബിലോങ്സ് ടു ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഇ ഇസ് ഈക്വൽ ടു എച്ച്, അതായത് ഇ എന്ന എലമെന്റിന് കണ്ടെയ്ൻ ചെയ്യുന്ന ലെഫ്റ്റ് കോസറ്റും എച്ചും സെയിം ആയിരിക്കും. അതായത് ഐഡന്റിറ്റി എലമെന്റിന് കണ്ടെയ്ൻ ചെയ്യുന്ന ലെഫ്റ്റ് കോസറ്റും നമ്മളെ സബ് ഗ്രൂപ്പും സെയിം ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പ്രൂവ് ചെയ്യണത് എ എന്ന എലമെന്റ് എച്ച് എക്ക് അകത്തുണ്ടായിരിക്കും, അതായത് ലെഫ്റ്റ് കോസറ്റിനകത്തുണ്ടായിരിക്കും. അതേപോലെ മൂന്നാമത്തെ എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ ആയിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ എച്ച് എ ഇസ് ഈക്വൽ ടു എച്ച് ബി ആണ്. രണ്ട് റൈറ്റ് കോസറ്റ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എച്ച് ഇ ഇസ് ഈക്വൽ ടു എച്ച് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ എച്ച് എന്നുള്ളത് എന്താ എടുത്ത് നമ്മൾ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്ന് അറിയാം. ജി എന്നത് എന്താണ്? നമ്മൾ റൈറ്റ് കോസറ്റ് എച്ച് ഇ എടുത്തു. എന്താ റൈറ്റ് കോസറ്റ് എച്ച് ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ എച്ച് ഇ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ചിനകത്തെ ഓരോ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ ആരും ഓപ്പറേറ്റ് ചെയ്യണം? ഇന് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇ എന്നതായിട്ട് എന്താ? ഈസ് ഐഡന്റിറ്റി അല്ലേ? ഇ എന്നുള്ളത് എന്താണ്? ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇ അല്ലേ? ഇതാണ് നമ്മൾ ഐഡന്റിറ്റിയുടെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി പ്രകാരം എച്ച് ഇ എന്നുള്ളത് എന്തായി മാറും? എച്ച് ആണ്. ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എച്ച് such that h belongs to h. That is h. So we get h e is equal to h. നമ്മൾ എന്ത് ചെയ്തു? h എന്താണ് എഴുതി? h എന്ന് പറയുന്നത് എന്താണ്? എച്ചിനകത്തെ എല്ലാ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ എന്ത് ഓപ്പറേറ്റ് ചെയ്യുക? ഇ എന്ന എലമെന്റ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഐഡന്റിറ്റി ആയതുകൊണ്ട് h e is equal to h is equal to h എന്ന് എഴുതാൻ പറ്റും. Therefore ഈ h e എന്നുള്ള എന്തായി മാറും? h ആയി മാറും. Okay, so we get the answer. Since e is the identity element, h e is equal to h ആണ്. അങ്ങനെയാണെങ്കിൽ the right coset h e is equal to set of all h e, h belongs to capital H എന്ന് എഴുതാൻ പറ്റും. h e എന്ന് പറഞ്ഞാൽ h ആണ്. അപ്പോൾ therefore set of all h such that h belongs to h, that is h. So we get h e is equal to h എന്ന് കിട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഈ രണ്ടാമത്തെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? രണ്ടാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത് എ ബിലോങ്സ് ടു എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് നമുക്ക് എന്തെടുത്തു? എച്ച് സബ് ഗ്രൂപ്പാണെന്നറിയാം. ഇ എന്നത് ജിക്ക് അകത്ത് ഐഡന്റിറ്റിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പിലെ ഐഡന്റിറ്റി അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പിലും ഉണ്ടായിരിക്കും. അതായത് ഗ്രൂപ്പിലെയും സബ് ഗ്രൂപ്പിൻ്റെയും ഐഡന്റിറ്റീസ് സെയിം ആയിരിക്കും. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആവണം, എച്ചിനകത്ത് എന്തുണ്ടാവണം? ഐഡന്റിറ്റി ഉണ്ടാവണം. അത് ഏതന്നെയാവും? ഇ തന്നെയാവും. സോ ഇ ബിലോങ്സ് ടു എച്ച് എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്? എച്ച് എന്താണ്? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് ആൻഡ് ഇ ബിലോങ്സ് ടു ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഇ എന്നത് എവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എച്ച് എ കൺസിഡർ ചെയ്തു. എന്താ എച്ച് എ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ സ്മോൾ എച്ച് എ സച്ച് ദാറ്റ് സ്മോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ എച്ചിനകത്ത് എല്ലാ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഈ ഇ എന്നതും എച്ചിനകത്തുണ്ടല്ലോ. ഓക്കെ, സോ ഇതിനകത്ത് ആരുണ്ടാവും? therefore ഈ എച്ചിന് പകരം എന്ത് കൊടുക്കാം? ഇ എന്ന് കൊടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് ഇ ഇൻറ്റു എ ബിലോങ്സ് ടു എച്ച് എ. ദാറ്റ് ഇംപ്ലൈസ് എ ബിലോങ്സ് ടു എച്ച്. ഓക്കെ, ചെയ്തത്രേ ഉള്ളൂ. അതെന്തെടുത്തു?
ഇ എന്നത് എച്ചിനകത്തുണ്ട്. എന്തുകൊണ്ട് എച്ചിനകത്ത് ഉണ്ടാവാൻ കാരണം എച്ച് എന്നത് സബ് ഗ്രൂപ്പാണ്, ജിക്കകത്ത് ഐഡന്റിറ്റിയാണ് ഇ. അപ്പോൾ എച്ചിനകത്ത് ഐഡന്റിറ്റി ആയിരിക്കും ഇ തന്നെയാവും. ഇനി എച്ച് എ എടുത്തു. എച്ച് എ എന്താ? സെറ്റ് ഓഫ് ഓൾ സ്മോൾ എച്ച് എ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. അതായത് ക്യാപിറ്റൽ എച്ചിനകത്ത് എല്ലാ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എച്ചിനകത്ത് ആരുണ്ട്? ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഐഡന്റിറ്റി ഇൻറ്റു എ എന്നുള്ളത് എവിടെ ഉണ്ടാവും? എച്ച് അകത്ത് ഉണ്ടാവും. ഐഡന്റിറ്റി ഇൻറ്റു എ എന്നുള്ള എ, ഫോർ എ ബിലോങ്സ് ടു എച്ച് എ. രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത്, ഇഫ് എ ബിലോങ്സ് ടു എച്ച്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എച്ച് എ ഈക്വൽ ടു എച്ച്. അതായത് എ എന്ന എലമെന്റ് എച്ചിനകത്ത് ഉണ്ടെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ആയിരിക്കും. അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ആണെങ്കിൽ എച്ച് എ ബിലോങ്സ് ടു എച്ച് ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, രണ്ട് സൈഡിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി. എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്ന് എടുത്തു. അതേപോലെ എ ബിലോങ്സ് ടു എന്തെടുത്തു? ജി എടുത്തു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാനുള്ളത് എ ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എച്ച് ഇസ് ഈക്വൽ ടു എച്ച്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ സപ്പോസ് ചെയ്തു ലെറ്റ് എ ബിലോങ്സ് ടു എച്ച്. എ എന്നത് എവിടെ ഉണ്ട്? എച്ചിനകത്തുണ്ട്. അതേപോലെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ചൂസ് എനി ബി ബിലോങ്സ് ടു എച്ച് എ എടുത്തു. ബി ബിലോങ്സ് ടു എച്ച് എടുത്തു. അപ്പോൾ എച്ച് എ എന്ന് പറയുന്നത് എന്താ? എച്ചിനകത്ത് എല്ലാ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെർഫോർ ബി ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ എച്ച് എ, എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. അങ്ങനെ എഴുതാലോ. കാരണം റൈറ്റ് കോസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എച്ചിനകത്ത് എല്ലാ എലമെന്റ്സിന്റെയും റൈറ്റ് സൈഡിൽ എ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വിച്ച് ഇംപ്ലൈസ് ബി ഇസ് ഈക്വൽ ടു, ഈ സെറ്റിനകത്തുണ്ട് കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനോട് ഈക്വൽ ആവുമല്ലോ. ബി ഇസ് ഈക്വൽ ടു എച്ച് എ ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെടുത്തു? എ ബിലോങ്സ് ടു എച്ച് ആണ് എടുത്തു. പിന്നെ എന്ത് ചെയ്തു? ചൂസ് ബി ബിലോങ്സ് ടു എച്ച് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ബി ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ എച്ച് എ, എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതാൻ പറ്റും. ബി ഈ സെറ്റിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ബി ഇതിനകത്ത് ഏതോ ഒരു എച്ച് എയോട് ഈക്വൽ ആയിരിക്കും. സോ ബി ഇസ് ഈക്വൽ ടു എച്ച് എ ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് എടുത്തു. ഓക്കെ, നമുക്കറിയാം എച്ച് എന്നുള്ളത് എന്താണ്? എച്ച് ഇസ് എ സബ് ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് ആകുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടാവണം, ഐഡന്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എച്ച് എന്നത് ക്യാപിറ്റൽ എച്ചിനകത്ത് ഉണ്ടെന്ന് അറിയാം. പിന്നെ എ എന്നത് എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എച്ചിനകത്ത് ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് എ എന്നുള്ളത് എവിടെ ഉണ്ടാവണം? എച്ച് എ എന്നുള്ളത് എവിടെ ഉണ്ടാവണം? എച്ചിനകത്ത് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ എന്തെടുത്തു? എച്ച് എന്നുള്ളത് ക്യാപിറ്റൽ എച്ചിനകത്ത് എലമെന്റ് ആണ്. ഫോർ സം എച്ച് ബിലോങ്സ് ടു എച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആണ്. എ ബിലോങ്സ് ടു എച്ച് ആണ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എച്ച് എ എവിടെ ഉണ്ടാവണം? ക്യാപിറ്റൽ എച്ചിനകത്ത് ഉണ്ടാവണം. പക്ഷെ എച്ച് എ എന്ന് പറഞ്ഞാൽ ആരാണ്? ബി ആണ്. വിച്ച് ഇംപ്ലൈസ് ബി ഇസ് ഈക്വൽ ടു എച്ച് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ദാറ്റ് ഈസ് ബി ബിലോങ്സ് ടു എച്ച് എ. സോറി, ബി ബിലോങ്സ് ടു എച്ച്. ബി ബിലോങ്സ് ടു എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് എന്താണ്? നമ്മൾ ആദ്യം എടുത്തു, നമ്മൾ ചൂസ് ചെയ്തതാണ് ലെറ്റ് ബി ബിലോങ്സ് ടു എച്ച് എ. ഇവിടെ നിന്ന് തുടങ്ങിയത് ബി ബിലോങ്സ് ടു എച്ച് എന്ന് എടുത്തു. നമുക്ക് എന്ത് കിട്ടി? ബി ബിലോങ്സ് ടു എച്ച് എന്ന് കിട്ടി. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു? നമുക്ക് ഫസ്റ്റ് കേസാണ് പ്രൂവ് ചെയ്യണത്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തെടുത്തു? ഇവിടെ ശ്രദ്ധിക്കണേ. ആദ്യം എന്തെടുത്തു? എ എന്ന എലമെന്റ് എച്ചിനകത്തുണ്ട്, ചൂസ് ചെയ്തു, അവിടെ നിർത്തി. ഓക്കെ,
ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോണത് ചൂസ് ചെയ്തു. ചൂസ് A belongs to HA. We have to prove that. എന്ത് പ്രൂവ് ചെയ്യണം? H is equal to HA എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ രണ്ട് കേസായിട്ടാണല്ല, അത് രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് കാണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തെടുത്തു? B belongs to HA എടുത്തു. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? B belongs to H എന്ന്. ഓക്കെ, B belongs to H എടുത്തു. നമുക്ക് എന്ത് കിട്ടി? B belongs to H എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? HAക്ക് അകത്ത് ഒരു എലമെന്റ് എടുത്തപ്പോൾ അത് Hനകത്തുണ്ട്. Therefore HA is a subset of H. HA is equal to subset of H. ഓക്കെ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതെങ്ങനെ കിട്ടിയെന്നുകൂടി വെച്ചാൽ പറയാം. B belongs to HA എന്ന് എടുത്തു. അപ്പോൾ HAക്ക് അകത്ത് എലമെന്റ്സ് ഒക്കെ ഏത് രൂപത്തിലുണ്ടാവണം? HAക്ക് B belongs to HA എന്നാണ് എടുത്തത്. B belongs to H എന്ന് പറഞ്ഞാൽ B is equal to some small h into A എന്ന് കിട്ടും. വേർ നമുക്കറിയാം H സബ് ഗ്രൂപ്പാണ്. H is a സബ് ഗ്രൂപ്പ് ഓഫ് G. അപ്പോൾ H belongs to capital H ആൻഡ് A belongs to capital H ആണെങ്കിൽ HA belongs to capital H ആവണം. Therefore B belongs to capital H. ഓക്കെ, അപ്പോൾ HAക്കകത്തെ ഒരു B എടുത്തപ്പോൾ അത് എവിടെ ഉണ്ട്? Hനകത്തുണ്ട്. Therefore HA is a subgroup of H എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് H is a subgroup of H. നമ്മൾ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് H is a subgroup of H എന്നാണ്. അപ്പോൾ ഇവിടെ HA സബ്സെറ്റ് H എന്നും കിട്ടി. ഇനി അടുത്തത് H സബ്സെറ്റ് H എന്നും കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore H is equal to HA. ഇതാണ് മൂന്നാമത്തെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? Hനകത്തുനിന്ന് ഒരു ആർബിട്രറി എലമെന്റ് എടുത്തു. ലെറ്റ് H belongs to capital H. അത് ഏതെങ്കിലും ഒരു എലമെന്റ് ആണ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ് H is a സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. അങ്ങനെയാണെങ്കിൽ H belongs to H ആൻഡ് A belongs to H ആണെങ്കിൽ HA inverse belongs to H ആയിരിക്കും. ഓക്കെ, belongs to HA inverse belongs to H ആയിരിക്കും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് തിയർ ആണ്. ഇനി അല്ലെങ്കിൽ തിയർ അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം A belongs to H ആണ്. A belongs to H ആണെങ്കിൽ A inverse belongs to H ആവണമല്ലോ. കാരണം എന്താ? Hനകത്ത് ഏത് എലമെന്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് Hനകത്താണ്. അപ്പോൾ H belongs to A, H belongs to capital H and A belongs to capital H ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? implies H belongs to capital H and A inverse belongs to capital H. അങ്ങനെ വെച്ചാൽ ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം HA inverse belongs to H എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? H belongs to capital H and A belongs to capital H ആണെങ്കിൽ HA inverse belongs to capital H എന്ന് പറയാൻ പറ്റും. ഓക്കെ, H നമുക്ക് കിട്ടിയത് എന്താണ്? H belongs to capital H and A belongs to capital H implies HA inverse belongs to capital H. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിന് രണ്ട് സൈഡിലും A എന്ന എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് HA inverse into A belongs to H. അല്ലേ? രണ്ട് സൈഡിൽ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? HA inverse into A belongs to HA, which implies H into A inverse into A എന്നുള്ളത് ഒരു ബ്രാക്കറ്റിലാക്കാം. belongs to HA. A inverse into A എന്താ? E. HE belongs to capital HA implies small h belongs to capital H. കാരണം എന്താ? ഈ ഐഡന്റിറ്റിയാണ്. സോ Hനകത്ത് നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ Hനകത്ത് H എന്ന എലമെന്റ് എടുത്തപ്പോൾ അത് എവിടെ ഉണ്ട്? HAക്ക് അകത്തുണ്ട്. Therefore we can say that
Therefore, we can say that H is a subset of H. അപ്പോൾ രണ്ട് പാർട്ട് കിട്ടി. H is a subset of H എന്നും കിട്ടി, HA subset H എന്നും കിട്ടി. Therefore, H is equal to HA. ഇനി തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? HA is equal to H ആണെങ്കിൽ A belongs to H എന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു? H is a subgroup of G ആണ്. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് E എന്തുണ്ടാവും? ഐഡന്റിറ്റി എന്നുള്ളത് E എന്നതാണ്, ജിക്കകത്ത് ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ എ എന്ന എലമെന്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇ ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. കാരണം ഐഡന്റിറ്റി ആണ്, ഐഡന്റിറ്റി ഇ ആണ്. അപ്പം ഇ ഇൻറ്റു എ എന്ന് എഴുതാം. ഇ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എന്നുള്ളത് ഇ ബിലോങ്സ് ടു എച്ച് ആണ് അല്ലേ? എച്ച് ഇ ബിലോങ്സ് ടു ജി ആണ്. ഇ ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞാൽ ഇ ബിലോങ്സ് ടു എച്ചും ആണ്. അപ്പോൾ ഇതൊരു ദിസ് ബിലോങ്സ് ടു A is equal to E എന്ന് എഴുതി, which belongs to set of all HA, H belongs to capital H. കാരണം എന്താ? ഈ എച്ചിൻ്റെ സ്ഥാനത്ത് ഇ എഴുതിയാൽ മതി. Therefore, ഇത് നമ്മൾ പറയുന്ന പേരെന്താണ്? HA. So, we get A belongs to HA. Okay. A belongs to H ആണ്. HA ആണ്. HA ക്കകത്തുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ് എച്ചിനകത്തുണ്ട്. കാരണം so we get H is a subgroup of G ആണ്. E എന്നത് ഐഡന്റിറ്റി എലമെന്റ് ആയതുകൊണ്ട് A നമുക്ക് എന്ത് എഴുതാൻ പറ്റും? A is equal to EA belongs to H എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം HA is equal to H ആണ്. Therefore, A belongs to H. ഓക്കെ, ചെയ്തത്രേ ഉള്ളൂ. എന്നിട്ടും പറയാം, നമ്മൾ എന്തെടുത്തു? H സബ് ഗ്രൂപ്പ് ഓഫ് G ആണ്. നമുക്ക് തന്ന കണ്ടീഷൻ H is a സബ് ഗ്രൂപ്പ് ഓഫ് G ആൻഡ് HA is equal to H. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി E എന്നത് ഐഡന്റിറ്റി ആയതുകൊണ്ട് A നമുക്ക് എന്താ എഴുതാം? A is equal to E into A എന്ന് എഴുതാൻ പറ്റും. Therefore, E is equal to H of H belongs to capital H. That implies A belongs to HA. HA is equal to H ആണ്. അപ്പോൾ A belongs to H. Hence our third part. മൂന്നാമത്തെ പാർട്ട്. നാലാമത്തെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? HA is equal to HB ആണെങ്കിൽ, ഈ രണ്ട് റൈറ്റ് പോസിറ്റീവ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ AB ഇൻവേഴ്സ് എന്നുള്ളത് എച്ചിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് H subgroup of G ആണ്. H is a subgroup of G and A, B belongs to G എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാണ്, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് HA is equal to H. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അപ്പോൾ രണ്ടും അങ്ങോട്ട് ഒന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്തു? HA is equal to HB എന്ന് എടുത്തു. HA is equal to HB. നമുക്കറിയാം we have H is a subgroup of G. അതായത് അതിനകത്ത് എന്താണ്? E belongs to H ആണ്. ഐഡന്റിറ്റി എന്നുള്ളത് എച്ചിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ A is equal to നമുക്ക് എന്ത് എഴുതാം? E into A എന്ന് എഴുതാൻ പറ്റും. അതെവിടെ ഉണ്ട്? HA ക്കകത്തുണ്ട്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. is equal to HA is equal to HB തന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? HB എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, therefore we get HA is equal to HB implies E രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് എന്താ പറയാൻ പറ്റും? implies A belongs to HB. A എന്നത് എവിടെ ഉണ്ട്? HB ക്കകത്തുണ്ട്. ഓക്കെ, അപ്പം കിട്ടിയതാണ് HA is equal to HB ആണെങ്കിൽ A belongs to HB ആയിരിക്കും. അപ്പോൾ A belongs to HB എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? which implies A is equal to small h into B for some H belongs to capital H.
ക്യാപിറ്റൽ എച്ചിനകത്ത് ഏതെങ്കിലും ഒരു സ്മോൾ എച്ച് എടുത്താൽ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എച്ച് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എ ഇൻറ്റു ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എച്ച് ബി ഇൻറ്റു ബി ഇൻവേഴ്സ്. which implies AB inverse is equal to H into BB inverse. Now bracket എഴുതാം. BB inverse ആണ് എന്താ, ഐഡന്റിറ്റി ആണ്. which implies AB inverse is equal to H. H എവിടെ ഉണ്ട്, ക്യാപിറ്റൽ H ഉണ്ട്. Therefore we get AB inverse belongs to H. AB inverse എവിടെ ഉണ്ട്, H-നകത്തുണ്ടെന്ന് കിട്ടി. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്. ഇതെടുത്തു, എച്ച് എ സിക്വൽ ടു എച്ച് ബി എന്ന് എടുത്തു. അപ്പോൾ ഇ എന്നത് എച്ചിനകത്തുണ്ടാകുന്നുണ്ട്, എ നമുക്ക് എന്ന് എഴുതാൻ പറ്റും, ഇ എ എന്ന് എഴുതാൻ പറ്റും. ഇ എ എന്നത് എവിടെ ഉണ്ട്, എച്ച് എക്ക് അകത്തുണ്ട്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. എച്ച് എ സിക്വൽ ടു എച്ച് ബി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ബി എന്ന് എഴുതാം. സോ ഇഫ് എച്ച് എ സിക്വൽ ടു എച്ച് ബി വി ക്യാൻ സേ ദാറ്റ് എ ബിലോങ്സ് ടു എച്ച് ബി. എ ബിലോങ്സ് ടു എച്ച് ബി എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു സം സ്മോൾ എച്ച് ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റും. നമ്മൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So AB inverse is equal to HB into B inverse, for H into BB inverse. That is HE is equal to H. Therefore AB inverse belongs to H എന്ന് പറയാൻ പറ്റും. ഇനി ഇതിനെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എ ബി എച്ച് ഈക്വൽ ടു എച്ച് ബി എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, എ ബി ഇൻവേഴ്സ് എച്ചിനകത്ത് ഉണ്ടെന്ന് എടുത്തു. നമുക്ക് എച്ച് എ സിക്വൽ എച്ച് ബി എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സെറ്റ് ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, പ്രൂവ് സപ്പോസ് എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്നെടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എച്ച് എ സബ്സെറ്റ് എച്ച് ബി എന്ന് ആദ്യത്തെയും എച്ച് ബി സബ്സെറ്റ് എച്ച് എന്ന് കാണിക്കും. എച്ച് ബി സബ്സെറ്റ് എച്ച് എ. അപ്പോൾ ഇതൊന്ന് രണ്ടും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എച്ച് എ ഈക്വൽ ടു എച്ച് ബി. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, എക്സ് ബിലോങ്സ് ടു എച്ച് എ എന്നെടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, എക്സ് ബിലോങ്സ് ടു എച്ച് ബി കാണിച്ചാൽ മതി. എച്ച് എക്കകത്ത് ആൾക്കാരൊക്കെ ഏത് രൂപത്തിലാണ്, എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എച്ച് ഇൻറ്റു എ ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എഴുതാൻ പറ്റും. ഓക്കെ, which is equal to x into നമുക്ക് എന്ത് ചെയ്യണം, ഈ എ പോയിട്ട് അവിടെ ആര് വരണം, ബി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് രണ്ട് സൈഡിലും ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് എ ഇൻറ്റു ഇ. ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഒന്നും വരില്ല. which is equal to, which implies x is equal to എച്ച് എ ഇൻറ്റു ഇക്ക് പകരം എന്ത് ചെയ്യാം, ബി ഇൻറ്റു ബി ഇൻവേഴ്സ്, അല്ലെങ്കിൽ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ്. ഓക്കെ, കാരണം എന്താ, സിൻസ് ഇ ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ, ഒരു എലമെൻറ്റ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഐഡന്റിറ്റി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തത്രേ ഉള്ളൂ, എക്സ് ബിലോങ്സ് ടു എച്ച് എന്ന് എടുത്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എച്ച് ഇൻറ്റു എ എന്നാവും. ആ ടേമിൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, ഒരു ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇക്ക് വരുന്ന ചെയ്തു, ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കൊടുത്തു. Okay, therefore it implies x is equal to, നമുക്ക് കിട്ടിയ സ്റ്റെപ്പ് ഒന്ന് എഴുതാം, എച്ച് എ ഇൻറ്റു ബി ഇൻവേഴ്സ് ബി, which implies, അല്ലെങ്കിൽ which is equal to, x is equal to h ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി, which is equal to, നമുക്കറിയാം എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ട്, എച്ചിനകത്തുണ്ട്. എച്ചും എവിടെ ഉണ്ട്, എച്ചിനകത്തുണ്ട്. therefore എച്ച് ഇൻറ്റു എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, ബിലോങ്സ് ടു എച്ച് ആവണ്ടേ ക്ലോഷർ പ്രോപ്പർട്ടി പ്രകാരം. അപ്പോൾ ഇത്രയും ടേം എവിടെ ഉണ്ടാവും, എച്ചിനകത്തുണ്ടാവും. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇത്രയും ടേം എച്ചിനകത്തുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാൻ പോവാണ്, എച്ച് കൊണ്ട് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഇത് എന്തായിരിക്കും, ഒരു എച്ച് വൺ ബി എന്ന രൂപത്തിലാവും, വേർ എച്ച് വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്, വിച്ച് ഇംപ്ലൈസ്
എക്സ് ഇസ് ഈക്വൽ എക്സ് ബിലോങ്സ് ടു എച്ച് ബി. എക്സ് എന്നത് എവിടെ ഉണ്ടാവും? ലെഫ്റ്റ് കോസെറ്റ് റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് ബിക്ക് അകത്തുണ്ടാവും. ഒന്നുകൂടി പറയാം, എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്നെടുത്തു. നമുക്ക് കാണിക്കേണ്ടത് എച്ച് എ സബ്സെറ്റ് എച്ച് ബി എന്നാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് എക്ക് അകത്തുനിന്ന് എച്ച് എക്ക് അകത്തൊരു എക്സ് എടുത്തു. എക്സ് എച്ച് എക്ക് അകത്തുണ്ടെങ്കിൽ എക്സിൻ്റെ രൂപം എന്തായിരിക്കും? സ്മോൾ എച്ച് ഇൻറ്റു എ എന്നായിരിക്കും. ഈ എയുടെ റൈറ്റ് സൈഡിൽ ഒരു ഇ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇക്ക് പകരം ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്തു? എ ബി ഇൻവേഴ്സിനെ പെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എച്ച് എ ഇൻറ്റു ബി ഇൻവേഴ്സ് ബി. അത് മാറി എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് കിട്ടി. ഈ എച്ച് എന്ന ടേമും എ ബി ഇൻവേഴ്സും ക്യാപിറ്റൽ എച്ചിനകത്താണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവും? എച്ചിനകത്ത് ഉണ്ടാവും. അതിൻ്റെ പേര് ഒരു സ്മോൾ എച്ച് വൺ ആണെങ്കിൽ എച്ച് വൺ ഇൻറ്റു ബി എന്ന രൂപത്തിലുണ്ടാവുക. എച്ച് വൺ ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ദാർഫോർ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ബി കേസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ കിട്ടിയത്? സോ നമ്മൾ എടുത്തത് എന്താണ്? എക്സ് ബിലോങ്സ് ടു എച്ച് എ എടുത്തു. വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച് ബി. Therefore, HA is a subset of HB എന്ന് പറയാൻ പറ്റും. സിമിലർലി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചെടുക്കുകയാണ്. എക്സ് ബിലോങ്സ് ടു അതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എക്സ് ബിലോങ്സ് ടു എച്ച് ബി എന്ന് എടുത്തു. വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എച്ച് ഇൻറ്റു ബി ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇ മൾട്ടിപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബി ഇൻറ്റു ഇ. ഇക്ക് പകരം എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബി ഇൻറ്റു എ ഇൻവേഴ്സ് എ. എ ഇൻവേഴ്സ് എ എന്ന് എഴുതി. എ ഇൻവേഴ്സ് എ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? പെയർ ചെയ്യാം. സോ ഇപ്പോൾ കിട്ടിയതാണ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ബി എ ഇൻവേഴ്സ് ഇൻറ്റു എ. നമുക്ക് എന്ത് ചെയ്യാം? ഈ പെയർ ചെയ്തു. അപ്പോൾ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആണ്. എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് ആണ്. എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ ബി എ ഇൻവേഴ്സും ക്യാപിറ്റൽ എച്ചിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ എന്തായിരിക്കും? This is some H2 into A എന്നുള്ള രൂപത്തിലാവും, where H2 belongs to capital H. Therefore, X belongs to capital H എന്ന് എഴുതാൻ പറ്റും. അപ്പം കിട്ടി. Therefore, X belongs to HB ആണെങ്കിൽ X belongs to H ആയിരിക്കും. Therefore, HB is a subset of H. HB എന്നുള്ളത് HAയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ നേരത്തെ കിട്ടുമ്പോൾ HA is equal to HB എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ തിയറം വരുന്നത്. നമുക്ക് 4 പാർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.